ഈ വേഷം ഇട്ടിട്ട് ഒരു ബസ്സിൽ കയറിയ മറ്റുള്ള ആൾക്കാർ പേടിക്കുന്നത് ഞങ്ങൾ കള്ളന്മാരാണ്, മാല മുട്ടിക്കുന്നവരാണ്. അങ്ങനെ ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് നിന്ന് അകന്നു പോവുകയാണ് എല്ലാവരും. ഒരാള് മൊത്തമായിട്ട് ചതഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം ആ വണ്ടി എത്ര സ്പീഡിലാണ് അവിടെ വന്ന് കയറിയത്. ഞങ്ങൾ മനുഷ്യൻ തന്നെയാണ്, നിങ്ങളെ പോലെ മനുഷ്യർ തന്നെയാണ് ഞങ്ങളും. ഇപ്പൊ 4 വയസ്സുള്ള ആ ചെറുക്കൻ എന്താ പറയാ പറയണത്, അമ്മേ ഞാനും കുപ്പിപ്പാട്ടെ പിറക്കാൻ വരട്ടെ. അങ്ങനെ പറയുമ്പോ എന്റെ ഉള്ളിലുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഏറെ സങ്കടമാണ്. എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എല്ലാത്തിനും പഠിക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് തന്നെ അവർ ചോദിക്കണത്. കുട്ടികൾക്ക് വെച്ചോണ്ട് റോഡ് സൈഡിൽ നടക്കാനേ പേടിയാവാ. എന്ത് സമയത്ത് എന്താകും ഏതാകും അത് നനച്ചേ വെപ്രാളമാണ്. നിങ്ങൾക്ക് ചേർന്ന ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് അങ്ങ് ജീവിച്ചോളാം. തൃശൂർ നാട്ടികയിൽ ലോറി കയറിയിറങ്ങി 5 നാടോടികൾ മരിച്ചുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയോടെയാണ് നവംബർ 27 പുലർന്നത്. ദിവസങ്ങൾക്കുള്ളിൽ മാധ്യമങ്ങളുടെ ഓരത്തേക്ക് ആ വാർത്ത പിന്തള്ളപ്പെട്ടു. പതിവിലും വേഗത്തിൽ. റോഡിൽ കിടന്നുറങ്ങുന്നവരെല്ലാം നാടോടികളാവണമെന്നില്ലെന്ന ബോധ്യം പുരോഗമന കേരളത്തിന് ഇല്ലാതെ പോയി. അരവയറെങ്കിലും നിറയ്ക്കാൻ പാലക്കാട് അതിർത്തി ഗ്രാമത്തിൽ നിന്ന് മുണ്ടുമുറുക്കി തെരുവിലേക്കിറങ്ങിയ കുടുംബമാണത്. നാടോടികളല്ല, അവർക്ക് ഒരു നാടുണ്ട്. ശോച്യാവസ്ഥയുടെ അങ്ങേ അറ്റമാണെങ്കിലും അവിടെ ഒരു വീടുമുണ്ട്. ജാതിയുടെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നവരുടെ സാമൂഹിക യാഥാർത്ഥ്യത്തിലേക്കുള്ള യാത്രയാണിത്. അന്നു കിട്ടുന്നത് ഒരു 10-500 രൂപ അടുത്ത് കിട്ടത്തുള്ളൂ. അത് വെച്ചുള്ളത് പോലത്തെ ചിലവ് നോക്കിക്കൊണ്ട് കുട്ടികളെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം പണിക്ക് പോകും, പൈസ കിട്ടിയ ഒരു 10,000-3,000-4,000 കിട്ടും. വീണ്ടും വീട്ടിൽ തന്നെ വരും. കുട്ടികൾക്ക് ലീവിന് ഡ്രസ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ, വീട്ടു ചിലവ്, കറണ്ട് ബില്ല്, പൈപ്പിൻ്റെ വെള്ളത്തിൻ്റെ ബില്ല് ഇതെല്ലാം കൊടുക്കും. വീണ്ടും പൈസ ഉണ്ടാകത്തില്ല. ഇവിടുത്തെ പണി നോക്കിയാലും ഇത്ര പണി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. വീണ്ടും ഞങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങൾ വന്നത് മീനാക്ഷിപുരത്തിൽ. അപ്പോൾ ഞങ്ങൾ മീനാക്ഷിപുരത്തിൽ താമസിക്കുമ്പോൾ ഇങ്ങനെ റോഡ് സൈഡിലാണ് താമസിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങൾക്ക് മേടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ച് കാശൊക്കെ ഞങ്ങൾ കൊടുത്ത് ഒരു കൊലപ്പര മേടിച്ചു. മുമ്പിലുള്ള വീട്ടിൽ മേടിച്ചപ്പോൾ എൻ്റെ മരിച്ചുപോയ ഒരു ആങ്ങളുണ്ടായിരുന്നു, പിന്നെ 2-3 ആങ്ങളുണ്ടായിരുന്നു. അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി ആരും വന്നിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുറച്ച് കാശിട്ട് എല്ലാവരും 4-5 ആങ്ങളമാർ ചേർന്ന് ഇങ്ങനത്തെ ഒരു സ്ഥലം വെച്ചു, ഇങ്ങനത്തെ ഒരു വീട് വെച്ചു. പട്ടയമില്ലാതെ, ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഈ കുടുംബങ്ങളെല്ലാം പെടാപ്പാട് പെടുകയാണ്. എന്ത് കാര്യത്തിനും സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായ ഈ നാട്ടിൽ ഇവർ ഇരുട്ടിൽ തപ്പുകയാണ്. എത്ര പഠിച്ചാലും പാതി വഴിയിൽ തെരുവിലേക്ക് തന്നെ വലിച്ചെറിയപ്പെടുമെന്ന ഉറപ്പിലാണ് ഇവിടുത്തെ കുട്ടികളുടെ ജീവിതം പോലും. ഇവരൊരു 10-15 കുടുംബം ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് വീടുമില്ല, ഒന്നുമില്ല, പട്ടയമൊന്നുമില്ല ഭൂമിയിൽ. പിന്നെ റേഷൻ കാർഡ്, ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്ഥിരമായിട്ടൊരു പണിയില്ല. അവർ പറക്കാൻ പോണതുകൊണ്ടാണ് റോട്ടിൽ മുഴുവൻ നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ ഈ അവസ്ഥയിലൊക്കെ ഞങ്ങളുടെ കുട്ടികളെല്ലാം 10 വരെ പഠിച്ച് എല്ലാവരും ഇപ്പോൾ ജാതി സർട്ടിഫിക്കറ്റാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കില്ല. പിന്നെ ആ കുട്ടികളുടെ പഠിപ്പും മേൽക്കൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ആ കുട്ടികൾക്ക്. എല്ലാവരും എൻ്റെ മാമൻ്റെ മക്കൾ 2 പേരും 10 കഴിഞ്ഞ് മേൽക്കൊണ്ട് പഠിക്കാനുള്ള ജാതി സർട്ടിഫിക്കറ്റാണ് അവർ ചോദിക്കുന്നത്. അത് ഞങ്ങളുടെ അടുത്തില്ല. ഞാൻ സ്റ്റേറ്റ് വരെ ഓടിയതായിരുന്നു. പിന്നെ ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത കണ്ടാൽ ഞാൻ പോകാൻ പറ്റാത്തത്. പിന്നെ എല്ലാത്തിനും ജാതി തന്നെയാണ് അവർ ചോദിക്കണത്. ജാതി ഇല്ലാത്ത പ്രാവശ്യം എനിക്ക് മട്ടില്ല, കുറേ കുട്ടികൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയില്ല. ചേട്ടൻ്റെ കുട്ടികൾ വരെ ഹോസ്റ്റലിൽ പഠിക്കുക. അവർ ഇപ്പോൾ 9-ൽ 8-ലെല്ലാം എത്തി. അവർ 10 കഴിഞ്ഞാൽ എല്ലാവരും ജാതി സർട്ടിഫിക്കറ്റാണ് ചോദിക്കണത്. അവർക്ക് ഇങ്ങനത്തെ പഠിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളാണ് എല്ലാം. ഇവിടെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എല്ലാത്തിനും പഠിക്കണമെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് തന്നെ അവർ ചോദിക്കണത്. ഇവിടെ ആശുപത്രിയിൽ പോയി ജനന സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ അവർ ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തരത്തില്ല എന്നാണ് പറയണത്. അവർ അച്ഛൻ്റെ എന്തെങ്കിലും ജാതിയോ അങ്ങനത്തെ എന്താണ് അവർ ചോദിക്കുന്നത്. ഞങ്ങൾ പലവട്ടം പറഞ്ഞു നോക്കി, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ അച്ഛനമ്മ ഇങ്ങനെ കുടിച്ചിട്ട് ഇങ്ങനെയാണ് ജീവിച്ചത്. അവരെ ഞങ്ങൾക്കും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞങ്ങൾക്ക് പിന്നെ ഒന്നും അറിയത്തില്ല. ഇവർ എപ്പോൾ പോയാലും പഞ്ചായത്തിൽ ആവശ്യത്തിൽ പോയാലും ഇതേ തന്നെ അവർ ചോദിക്കുന്നത്. പലവട്ടം നമ്മൾ പറഞ്ഞു നോക്കുന്ന ആരും വരുന്നില്ല. ഇവിടെയൊക്കെ വരുന്നുണ്ട്, വന്ന് നോക്കും. ഈ 52 വീടുകളല്ലേ അവിടെ ഉള്ളത്. അതുകൊണ്ട് അവിടെ വന്ന് നിൽക്കും. പട്ടായം കൊടുക്കുന്നവർ ചിലപ്പോൾ വരും, ഇടയ്ക്കിടയ്ക്ക് പട്ടായം കൊടുക്കാൻ വേണ്ടി വരും. വന്നപ്പോൾ ഞങ്ങളിപ്പോൾ ചെന്ന് ഇന്നാലായിട്ട് പറയും, നിങ്ങൾ വരണ്ട, നിങ്ങൾക്കില്ല, നിങ്ങൾ മാറിക്കോ. ഞങ്ങൾ മനുഷ്യൻ തന്നെയാണ്, നിങ്ങളെ പോലെ മനുഷ്യർ തന്നെയാണ് ഞങ്ങളും. മനുഷ്യർക്ക് ഞങ്ങളെ കണ്ട പേടിയാ.
ഞങ്ങൾ അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചാന്നൊക്കെ പറയും ആൾക്കാർ. ഞങ്ങൾക്ക് അതൊരു ടെൻഷനാണ്. ഞങ്ങളുടെ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ அப்படியே അങ്ങനെ ഗവന്തുവാ. നിങ്ങൾ അങ്ങോട്ട് പൊയ്ക്കോ, കടയിലൊക്കെ ഒരു മിഠായി മേടിച്ച് കൊടുക്കാൻ ഞങ്ങളുടെ കുട്ടികളെ വിളിച്ചോണ്ട് പോയാൽ നിങ്ങൾ കയറണ്ട, പുറത്ത് നിന്നോ, അങ്ങനെയൊക്കെയാണ് സംസാരിക്കണത്. പക്ഷെ ഞങ്ങൾ കൊടുത്തിട്ട് നോട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ ഓരോ സാധനങ്ങൾ ഞങ്ങൾ മേടിക്കുന്നത്. പക്ഷെ എന്നാൽ കൂടി അവർക്ക് ഒരു ഇതാണ്, ഒരു മടിപ്പാണ് അത് മേടിക്കാനായിട്ട്. ആ പൈസ മേടിക്കാൻ ഭയങ്കര ഒരു മടിപ്പാണ്. ഞങ്ങളെ ഈ വേഷമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഈ വേഷം ഇട്ടിട്ട് ഒരു ബസ്സിൽ കയറിയ മറ്റുള്ള ആൾക്കാർ പേടിക്കുന്നത് ഞങ്ങൾ കള്ളന്മാരാണ്, മാല മുട്ടിക്കുന്നവരാണ്. അങ്ങനെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് അകന്നു പോവുകയാണ് എല്ലാവരും. ഇവിടെ എന്ത് പോയാലും ഞങ്ങളെയാണ് പിടിക്കുന്നത്. ഒരു അമ്പലത്തിൽ കൂടി പോകാത്ത അവസ്ഥയാണ്. ഈ ചെക്കന്മാർ ഒരു വട്ടം അമ്പലത്തിൽ പോയപ്പോൾ അവിടെ എന്തോ ഫോണ് കാണാതായപ്പോൾ ചെക്കന്മാരെ നോക്കാതെ കൂടിയാണ് ഇവിടുത്തെ ആൾക്കാരെ അടിച്ചത്. ചെറിയ കുട്ടികളെ എല്ലാം 8 വയസ്സ് 10 വയസ്സ് ആ ചെക്കന്മാരെയാണ് തല്ലിയത്. 6 വീട്ടുകാരെ ഞങ്ങൾ ഒതുക്കി വെച്ചിരിക്കുക. ഞങ്ങൾ ഇവരൊപ്പം ഉള്ളതല്ല, ഇവര് വേറെ ആൾക്കാരാണ്. ഏതോ അങ്ങനെയാണ് പറഞ്ഞ് തമിഴ്നാടാണ് ഇവര് പറയണത്. ഇവര് മുഖ്യ തമിഴ്നാട്ടാണ് പറയണത്. പക്ഷെ ഞങ്ങൾ ഇതേവരെ ജനിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര വർഷമായിട്ട് ഞങ്ങൾ ആരും ഇതേവരെ തമിഴ്നാട് സൈഡ് പോയിട്ടില്ല. പക്ഷെ എന്ത് ഇത് വന്നാലും അമ്പലത്തിൽ ഇതിന് പൈസ കൊടുക്കുന്നുണ്ട്, അതിന് കൊടുക്കുന്നുണ്ട്. അത് മാത്രം വേണം. ഞങ്ങൾ ഈ 6 വീട്ടുകാരും എല്ലാവരും 3 നേരമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഞങ്ങൾ മാത്രം 2 നേരം 1 നേരമാണ് കഴിക്കുന്നത് ഭക്ഷണം. പക്ഷെ ഞങ്ങൾ പറഞ്ഞ പുറത്തുള്ള ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഇത്ര പൈസ ഉണ്ട് അത്ര പൈസ ഉണ്ടെന്നാണ് പറയുന്നത്. സത്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല. പെൺകുട്ടി എന്ന് പറയുന്നത് ഒരു വിഷമമാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്താ സംഭവം എന്നാ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളെ പുറത്തു പോയി കിടക്കുമ്പോൾ അങ്ങനത്തെ രീതി ഇങ്ങനത്തെ രീതിയിലൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഞങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞാൽ കൂടി ഞങ്ങളുടെ ഭർത്താവ് ഓടിച്ചിട്ട് തല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. വേറെ ഒന്നും ഞങ്ങൾ അതേ ഒരു ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയല്ല അവന്മാരെ എന്ത് ചെയ്യും, ധൈര്യമായിട്ട് നമ്മൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം. നമുക്ക് രാത്രിയൊക്കെ ഉറക്കം വരത്തില്ല. എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ പ്രായമുള്ള കുട്ടികളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യും, ആരെങ്കിലും എടുത്തോണ്ട് പോകുമോ എന്നൊരു പേടി എപ്പോഴും ഇന്ന് മനസ്സിൽ എപ്പോഴും ഉണ്ട്. എല്ലാ പെൺകുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ പൈസ തരാൻ വരുമോ ഇങ്ങനെയൊക്കെ ചോദിക്കാറൊക്കെ ഉണ്ട്. കുട്ടികളുടെ പെരുമാറായ ചീത്ത സംസാരിക്കുന്നത് ഗതികെട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഒന്നും ഇല്ലാത്ത കാരണമാണ് കിടക്കുന്നത്. എന്റെ കുട്ടിക്ക് 8 വയസ്സായത് എന്ത് വെച്ചാൽ ഒരു വട്ടം ഇത് ഒരു സ്ഥലത്ത് വെച്ച് കിടക്കുന്ന സമയത്ത് എന്റെ മോളെ എടുക്കാൻ നോക്കി ഒരാള് ചെക്കന്. അവന്റെ വയസ്സ് ഒരു 22 വയസ്സുണ്ടാകും. അവൻ എന്റെ മോളെ എടുക്കാൻ നോക്കി. ഞാൻ കണ്ട സമയം എന്റെ ഭാര്യയെ കണ്ടിട്ട് പക്ഷെ അവനെ പിടിച്ച് തല്ലിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ട് എന്റെ മാമനും എന്റെ മാമന്റെ മക്കള് 6-7 കുട്ടികള് ഇത് നെമ്മാറിലെ കൊണ്ട് പഠിപ്പിക്കുന്നത്. ഇപ്പൊ അതിൽ 3 കുട്ടികൾ 10 പഠിക്കുന്നുണ്ട്. മേൽക്കൊണ്ട് പഠിക്കാൻ അവർ ജാസിട്ടിട്ട് ചോദിച്ചു. ആ പെൺകുട്ടികളെ 10-13 വയസ്സ് പെൺകുട്ടികളെ വിളിച്ചിട്ട് വന്ന് ഇത്ര ആണുകളും പെണ്ണുകളും കിടക്കുന്ന ഇടത്തിൽ എങ്ങനെ കിടപ്പിക്കുന്നു? വെള്ളം യഥേഷ്ടമുള്ള ഡാമിനരികെ താമസിച്ചിട്ടും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് ഈ കുടുംബം. പൈപ്പ് കണക്ഷന് കൊടുത്താലും കിട്ടുന്നില്ലെന്നാണ് പരാതി. പ്രസവിച്ച് കിടക്കുമ്പോൾ പോലും വെള്ളത്തിനായി കഷ്ടപ്പെടണം. ഞങ്ങള് പ്രസവിച്ച് ഇവിടെ വന്നപ്പോൾ പീരീഡ് സമയത്തിൽ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഏത് സമയത്ത് നമ്മൾ പീരീഡ്സ് വേണം നമുക്കെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ. അത് കാരണം 1.5 വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളം പിടിച്ച് വെക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ അത് ഇതൊക്കെ ചെയ്യാനായിട്ട് വീടിൻ്റെ അകത്ത് കയറ്റി വെള്ളം വെക്കാനുള്ള സൗകര്യം ഇല്ല. ഞങ്ങളൊക്കെ പ്രസവിച്ച് വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടി. ഞങ്ങളെപ്പോലെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ലോകത്തിൽ ആരുമേ ഉണ്ടാവില്ല. മൂത്രം ഒഴിക്കാനും രണ്ടിനും ഒക്കെ സൗകര്യം കുറവാണ്. അപ്പൊ കാട്ടിലുള്ള കുട്ടികളെ ഒറ്റയ്ക്ക് വിടാനും പേടിയാ. കാട്ടിൽ എന്തെങ്കിലുമൊക്കെ പക്ഷികൾ അത് ഇതൊക്കെ ഉണ്ടാവും, പുഴുകളുണ്ടാവും, പാമ്പുകളുണ്ടാകും, അത് ഇതൊക്കെ വന്ന് ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഞങ്ങൾ സാധിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ പോകുവാണ്. ഒരാൾക്ക് വയ്യാതെ ആയി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത ഏറെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടിയില്ല, ഒരു കാര്യങ്ങളില്ല, ഒരാൾ സഹായിക്കാനില്ല. ഞങ്ങളെ അത് ചുമന്നുകൊണ്ട് ഞങ്ങളെ പോകണം. അത് ഒത്തിരി കഷ്ടമാണ് ഞങ്ങൾക്ക്. അത് ഇവിടെ നിന്ന് ഒരു കടയ്ക്ക് പോകണമെങ്കിൽ ഒത്തിരി കിലോമീറ്റർ വണ്ടി എടുത്തുകൊണ്ട് തന്നെ പോകണം. എന്താ പറയുക പറഞ്ഞത്, ഇപ്പം 4 വയസ്സുള്ള ആ ചെറുക്കൻ എന്താ പറയുക പറയണത്, അമ്മേ ഞാനും കുപ്പിപ്പാട്ടെ പിറക്കാൻ വരട്ടെ. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു സങ്കടം ഉണ്ടല്ലോ, അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഏറെ സങ്കടമാണ്. എൻ്റെ കുട്ടി ഇങ്ങനെ പറയുന്നത് ഇനി ഒരു കുട്ടികളത് പറയാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഞങ്ങൾക്ക് സഹായിച്ചേ പറ്റൂ. ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഞങ്ങൾക്കൊരു വീട്, ഒരു ബാത്റൂം, ഞങ്ങൾക്ക് മാനം മര്യാദയൊക്കെ വേണം. അതിനാണ് ഞങ്ങളിപ്പോൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര മരണം സംഭവിച്ചു, ഞങ്ങൾ വിചാരിച്ചു കൂടി നോക്കിയില്ല. അത്ര മരണം ഞങ്ങളുടെ കണ്ണുകുള്ളിൽ അത് വന്ന് നിന്നു പോയി. സർക്കാർ മാത്രം ഒന്നിന് മാത്രം വീട്ടിൽ കയറി വരും, വോട്ട് ചോദിക്കാൻ മാത്രം. എല്ലാവരും സഹോദരാണ്, നമ്മുടെ മക്കളാണ്, നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാം, വോട്ട് മാത്രം ഞങ്ങൾക്ക് ഇട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 10-60 വോട്ട് ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ 6 വീട്ടുകാർ ഈ വോട്ടുകൾക്ക് വേണം അവർ എല്ലാവരും വരും. ആ വോട്ട് തീർന്ന
പിന്നെ ഈ പരിസരത്തിലെ ആർക്ക് ഞങ്ങളെ വേണ്ട. ഞങ്ങൾക്ക് ചേർന്ന് ഞങ്ങൾക്ക് തന്ന ഞങ്ങൾ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ഞങ്ങൾ ജീവിച്ചോളൂ. ഇപ്പൊ ഞങ്ങൾ കുപ്പിപ്പാട്ട പരക്കാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ മക്കളും കണ്ട സ്ഥലത്തും കണ്ട വേസ്റ്റുകളും അതുകളും ഇതിലെല്ലാം കയറി നടക്കപ്പോൾ ഞങ്ങൾക്കൊരു സങ്കടമാണ്. ഞങ്ങളിങ്ങനെ പലവട്ടം ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒത്തുമേ നിന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒത്തുമേ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ പഞ്ചായത്ത് ആൾക്കാരല്ല, അവരാണ് സർക്കാരാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. അവർ ഒരു നടപടി എടുക്കുന്നില്ല.